ഇന്റർനെറ്റ് ക്ലൗഡിലാണെന്നാണ് പറയുന്നത്. എന്നാൽ ലോകത്തിലെ ഇന്റർനെറ്റിന്റെ 95% സാറ്റലൈറ്റുകൾ വഴിയല്ല. അത് സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 1850 ഇംഗ്ലണ്ടിനും ഫ്രാൻസിനുമിടയിൽ ഇംഗ്ലീഷ് ചാനലിന് കുറുകെ 40 കിലോമീറ്റർ നീളത്തിലിട്ട ടെലിഗ്രാഫ് കേബിളാണ് ലോകത്തിലെ ആദ്യത്തെ സബ്മറൈൻ കേബിൾ. 1858 അയർലാൻഡിനും കാനഡയിലെ ന്യൂ ഫൗണ്ട് ലാൻഡിനുമിടയിലാണ് 3200 കിലോമീറ്റർ നീളത്തിൽ ആദ്യത്തെ വിജയകരമായ ട്രാൻസ് അറ്റ്ലാന്റിക് ടെലിഗ്രാഫ് കേബിൾ സ്ഥാപിച്ചത്. 130 വർഷങ്ങൾക്ക് ശേഷം 1988 ഇന്റർനെറ്റിനെ ആഗോളമാക്കിക്കൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ 6700 കിലോമീറ്റർ നീളത്തിൽ ആദ്യത്തെ ഫൈബർ ഒപ്റ്റിക് സബ്മറൈൻ കേബിൾ TAT-8 സ്ഥാപിച്ചത്. അതിനു മുമ്പ് വരെ കോപ്പർ കേബിളുകളിലൂടെ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ കടത്തിവിട്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരുന്നതെങ്കിൽ ഇവിടെ ചെമ്പിന് പകരം മുടിയേക്കാൾ നേർത്ത ഫൈബർ ഒപ്റ്റിക് ഗ്ലാസ് നാരുകളിലൂടെ ഡിജിറ്റൽ ഡാറ്റയെ ഇൻഫ്രാറെഡ് ലേസർ ലൈറ്റുകളായി അയക്കുന്നു. ആ കേബിളാണ് ഇപ്പോഴത്തെ ഡിജിറ്റൽ വിപ്ലവത്തിന് അടിത്തറയിട്ട് യൂട്യൂബ്, വാട്സ്ആപ്പ്, ഗൂഗിൾ, ഓൺലൈൻ ബാങ്കിംഗ് എന്നിവ സാധ്യമാക്കിയത്. ഇന്ന് പുതിയ കേബിളുകൾക്ക് പ്രധാനമായും ധനസഹായം നൽകുന്നത് ഗൂഗിൾ, ഫേസ്ബുക്കിന്റെ മെറ്റ, ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നീ ടെക് ഭീമന്മാരാണ്. കടലിനടിയിലെ ഈ അദൃശ്യ നൂലുകളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം. ഇവ നശിപ്പിക്കപ്പെട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഇന്റർനെറ്റ് തകരും, കൂടെ ആധുനിക ലോകവും. സുഹൃത്തെ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും പുതിയ അറിവ് കിട്ടിയിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അല്ലെങ്കിൽ ഈ സ്രാവുകൾ കടലിനടിയിലെ കേബിളുകളെല്ലാം കടിച്ച് നശിപ്പിക്കും. സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നോക്കൂ.